എല്ലാവർക്കും PDF കാണാൻ പറഞ്ഞു. നമ്മള് മൊഡ്യൂള് വണ്ണിലെ ചാപ്റ്റർ 12 ആണ് എടുക്കുന്നത് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ. പേജ് നമ്പർ നമ്മളുടെ എത്രയാണ് പേജ് നമ്പർ കാണിക്കുന്നത്? 57 ആണോ? ഓക്കെ. പേജ് നമ്പർ 57. Module 1, page number 57, chapter 12, Operation Theatre. Okay. ഇത്രയും സ്റ്റുഡൻസ് തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? എത്ര പേരുണ്ടായിരുന്നു? ഇത്രയും സ്റ്റുഡൻസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? പിന്നെ 35 പേരുണ്ടായിരുന്ന സാറ് പറഞ്ഞേ കേട്ടോ. നമുക്കിവിടെ നോക്കിയ സ്ട്രെങ്ത് കാണാം. എന്താണ് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറായിരുന്നേ പിള്ളേരെ? ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണോ കയറാത്തെ? അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും കയറട്ടോ. സാറ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പൊ നല്ല ക്ലാസ്സസുകളാണ് സാറിന്റെ ആയിട്ട് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സസുകളും. കേറാട്ടോ ചെന്നവരെ. ഇംഗ്ലീഷ് നേരം എല്ലാവർക്കും കുറച്ച് മടിയൊക്കെ ഉണ്ട്. അതായത് യെസ്, നമുക്ക് ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. An operation theatre is a place for certain intrusive surgical procedures, which means operation that involve cutting into and working inside a patient's body take place. This may contain either minimal invasive procedures such as keyhole surgery, where cameras and microscopes are inserted through small incisions, or open surgery, where surgeon make larger cuts to reach the internal organs. Robot-assisted surgery allows surgeons to perform certain procedures through small incisions. Operation theatre is otherwise known as OR, operating rooms. Okay. അപ്പോൾ എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? പ്രധാനമായും സർജറി അല്ലെ? ചില ഇൻട്രൂസീവ് ആയിട്ടുള്ള നടപടിക്രമങ്ങളാണ് സർജിക്കൽ ആയിട്ടുള്ളത്. ഇൻട്രൂസീവ് നുഴഞ്ഞു കയറാന്നുള്ള ഒരു മീനിങ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബോഡി, ഒരു പേഷ്യന്റിന്റെ, ഒരു രോഗിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയതിനു ശേഷം അതിനകത്തുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് ആ ഒരു സർജറി എന്ന രീതിയിൽ നമ്മൾ അതിനെ അർത്ഥമാക്കുന്നത് അല്ലെ? മനസ്സിലായത്? അതായത് രോഗിയുടെ ശരീരത്തിൽ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കി ശാസ്ത്രീയത നടത്തുന്ന ഒരു പ്ലേസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. പ്രധാനമായിട്ടും പലതരത്തിലുള്ള സർജറീസ് അവിടെ, മിനിമൽ ഇൻവാസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അവിടെ നടത്തപ്പെടുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കീ ഹോൾ സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി, ഓപ്പൺ സർജറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ? ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർജറീസ് ആണ് അല്ലെ? യെസ്. അപ്പൊ ഫസ്റ്റ് വൺ ഇവിടെ പറയുന്നത് എന്താണ്? കീ ഹോൾ സർജറി ആണ് പറയുന്നത് അല്ലെ? എന്താണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്? ചെറിയ ഇൻസിഷൻസ് ആണ്, അത് ചെറിയ മുറിവുകളിലൂടെ നടത്തപ്പെടുന്ന ഒരു നോർമൽ സർജറിയാണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ചെറിയ മുറിവുകളാണ് ഉണ്ടാക്കപ്പെടുന്നത് അല്ലെ? ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് പറയുന്നതാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതായത് നമ്മുടെ 1/2 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1/2 സെന്റിമീറ്റർ വരെയുള്ള നീളത്തിലുള്ള മുറിവുകൾ, പല മുറിവുകൾ ഉണ്ടാക്കിയതിനു ശേഷം അതില് ഒരു മുറിവിലൂടെ ക്യാമറാസും മറ്റു ലൈറ്റ് റിസോഴ്സും ലാപ്രോസ്കോപ്പും ഒക്കെ കടത്തി വിട്ടതിന് ശേഷമാണ് കീ ഹോൾ സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ. വളരെ അധികം പെയിൻ ഇല്ലാത്തൊരു പ്രൊസീജിയർ ആണ് കീ ഹോൾ സർജറി. അത് മാത്രമല്ല പേഷ്യന്റ് പെട്ടെന്ന് തന്നെ റിക്കവർ ആവാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ പേഷ്യൻസിന് റിക്കവർ ആവാൻ പറ്റുന്ന രീതിയിലുള്ള സർജറിയാണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്.
നമുക്ക് ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി മറ്റ് എന്താ പറയാ ഡിഫിക്കൽട്ടീസോ സൈഡ് എഫക്ട്സോ ഒന്നും തന്നെ കീഹോൾ സർജറിയിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സിൽ കൂടെ നടത്തപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ചെറിയ മുറിവുകൾ, അതായത് 1 സെന്റിമീറ്റർ മുതൽ 1/2 സെന്റിമീറ്റർ വരെയുള്ള ചെറിയ മുറിവുകളിലൂടെയാണ് ക്യാമറാസും ലൈറ്റ് റിസോഴ്സസ് ഒക്കെ കടത്തി വെച്ചിട്ടാണ് ഈ ഒരു സർജറി നടത്തപ്പെടുന്നത് കേട്ടോ. യെസ്, ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Keyhole surgery, when cameras and laparoscopes are inserted through small incisions. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Keyhole സർജറിയുടെ നേരെ കണ്ടോ. ഓക്കെ, മനസ്സിലായോ എന്താണ് കീഹോൾ സർജറി എന്ന്? യെസ്, ഇനി നമ്മൾ നോക്കുന്നത് ഓപ്പൺ സർജറിയാണ് അല്ലെ. അവിടെ നിൽക്കട്ടെ. കീഹോൾ സർജറിയുടെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ കീഹോൾ സർജറി ചെയ്യുന്നത്? ഏതെങ്കിലും സിറ്റുവേഷൻസ് അറിയാവോ? ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് കീഹോൾ സർജറി കണ്ടക്ട് ചെയ്യുന്നത്? ഏതെങ്കിലും സിറ്റുവേഷൻ എന്ന് പറഞ്ഞേ, അറിയാമോ? പറയൂ. ചെയ്തിട്ടുണ്ടാവരുണ്ടാവും അല്ലെ നമ്മുടെ ബുക്കിൽ വരുമ്പോ. ഡെലിവറി സ്റ്റോപ്പ് ആക്കാൻ ഓക്കെ അപ്പൻഡിക്സിന് ചെയ്യാറുണ്ട്. അപ്പൻഡിക്സിന് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്? ഹെർണിയൊക്കെ ചെയ്യും നമ്മള്. ഹെർണിയ ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ കീഹോൾ ചെയ്യാറ്? ഏതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ കൂട്ടത്തില്? കീഹോൾ സർജറി ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഫെമി. യെസ്, ചെയ്തിട്ടുണ്ട് അല്ലേ. ഫിസ്റ്റുലൊക്കെ ചെയ്യാറുണ്ട്, കീഹോൾ സർജറി ചെയ്യാറുണ്ട്. യെസ്, ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓപ്പൺ സർജറി. എന്തായിരിക്കും ഓപ്പൺ സർജറിയുടെ പ്രത്യേകത? കീഹോൾ സർജറിയിൽ നമ്മൾ ചെറിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത് അല്ലെ. ചെറിയ ഇൻസിഷൻസ്, സ്മോൾ ഇൻസിഷൻസിലൂടെ നടത്തപ്പെടുന്ന സർജറിയാണ് എന്ത്? കീഹോൾ സർജറി. ഓപ്പൺ സർജറിയുടെ പ്രത്യേകത എന്താണ്? The surgeons make large cuts to reach the internal organs. നമ്മൾ ഓപ്പൺ സർജറിയിൽ ചെറിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സർജന്മാർ എന്താണ്? വലിയ മുറിവുകളാണ് അല്ലെ, ലാർജർ കട്ട്സിലൂടെയാണ് ആ സർജറി നമ്മൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അല്ലെ, ഓപ്പൺ സർജറികൾ. ഓക്കെ, അപ്പൊ ഓപ്പൺ സർജറിയുടെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഓപ്പൺ സർജറിയുടെ എക്സാമ്പിള് ട്രാൻസ്പ്ലാന്റേഷൻ. പിന്നെ ബൈപ്പാസ് സർജറി ഓപ്പൺ സർജറി ആണോ? ബൈപ്പാസ് സർജറി, വെരി ഗുഡ്. ബൈപ്പാസ് സർജറി ഓപ്പൺ ആണ്. സിസേറിയൻ, സി സെക്ഷൻ അല്ലെ, സി സെക്ഷൻ. ഓക്കെ, ചെയ്തവരെ അറിയാൻ പറ്റും അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പൺ സർജറിയുടെ പ്രത്യേകത ഇവിടെ നമ്മൾ ലാർജർ കട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഇന്റേണൽ ഓർഗൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് റോബോട്ട് അസിസ്റ്റഡ് സർജറിയാണ്. റോബോട്ട് അസിസ്റ്റഡ് സർജറി. എന്താണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ സ്മോൾ ഇൻസിഷൻ, ചെറിയ മുറിവുകളിലാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറീസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സർജറീസ് ആണല്ലോ റോബോട്ട് അസിസ്റ്റഡ് സർജറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏറ്റവും ചെറിയ മുറിവുകളിലൂടെ നമ്മൾ, അതായത് റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രക്രിയകൾ, പ്രത്യേകിച്ച് ജോയ്സ്റ്റിക് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോബോട്ട് അസിസ്റ്റഡ് സർജറീസ് ഒക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ റോബോട്ട് അസിസ്റ്റഡ് സർജറിയുടെ ഏതൊക്കെ സർജറി ആണ്? അതിന്റെ പേരുകൾ ഏതെങ്കിലും അറിയാമോ? റോബോട്ട് അസിസ്റ്റഡ് സർജറി ഏതൊക്കെയാണെന്ന്? റോബോട്ട് അസിസ്റ്റഡ് സർജറി ഏതൊക്കെയാണ്? ഏതൊക്കെ കണ്ടീഷൻസിലാണ് അത് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞത് ചെയ്യുമ്പോൾ 3D വിഷ്വലൈസേഷനിലൂടെ നമുക്ക് സർജന്മാർക്ക്, അതായത് 3D വിഷ്വലൈസേഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ വിഷ്വലൈസേഷൻ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ 3D വിഷ്വലൈസേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സർജറീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഐ സർജറി ഒക്കെ റോബോട്ട് അസിസ്റ്റഡ് സർജറിയാണ്. ഓക്കെ, പിന്നെ ഏതൊക്കെ വരാം? ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലെസ് പെയിൻ ആണ് അല്ലെ. പെയിനൊക്കെ അധികം പെയിൻ വരുന്നില്ല, അധികം കോംപ്ലിക്കേഷൻസ് ഇത്തരം സിറ്റുവേഷൻസ്, ഇത്തരം സർജറിയിൽ നമുക്ക് വരുന്നില്ല. പിന്നെ ക്വിക്ക് റിക്കവറി ആണ് അല്ലെ, പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ ബെനിഫിറ്റ്സ് വരുന്നതാണ് കേട്ടോ. അപ്പൊ
ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐ സർജറി ചെയ്യാനായിട്ട് കണ്ണിനുള്ള എന്തെങ്കിലും ശസ്ത്രക്രിയകൾ ചെയ്യാനായിട്ട് നമ്മൾ റോബോട്ട് അസിസ്റ്റഡ് സർജറി ചെയ്യാറുണ്ട്. ഇനി വേറെ ഏതൊക്കെ സിറ്റുവേഷൻസിലായിരിക്കാം? ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ പിത്തസഞ്ചിയിലൊക്കെ ഇപ്പൊ സ്റ്റോണോ കല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനുകളിൽ ഒന്ന് പറഞ്ഞേ. കിഡ്നി റിലേറ്റഡ് ആയിട്ട് വരുന്ന സർജറീസ്, ഹെർണിയ. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ 3 സർജറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കീ ഹോൾ ആൻഡ് ഓപ്പൺ സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയും. കീ ഹോൾ സർജറി എന്ന് പറയുന്നത് എന്താണ്? നമ്മള് സ്മോൾ ഇൻസിഷൻസിലൂടെ നടത്തപ്പെടുന്ന സർജറി ആണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത് എന്താണ്? റോബോട്ടിക് സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതാണ്. ഓപ്പൺ സർജറി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സർജന്മാർ പെർഫോം ചെയ്യുമ്പോൾ ലാർജർ കട്ട്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മുറിവുകളിലൂടെ നടത്തപ്പെടുന്ന സർജറിയാണ് ഇത് ഓപ്പൺ സർജറി എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു പേര് കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ഇസ് അതർവൈസ് നോൺ ആസ് OR. OR means operating rooms. അതും കൂടി ഒന്ന് പിക്ക് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Operation theatre is otherwise known as OR, operating rooms. Okay. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുന്ന പ്രത്യേക മേഖലയാണ്. മാത്രമല്ല രോഗിയുടെ ശരീരത്തിനകത്ത് മുറിവുകൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് പ്രൊസീജിയേഴ്സ് അവിടെ നടത്തപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇനി മിനിമൽ ഇൻവാസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി ആൻഡ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഇനി അതേപോലെ തന്നെ തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് നമ്മൾ അല്ലെങ്കിൽ OTA നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓപ്പറേറ്റിംഗ് റൂംസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം OR എൻവയോൺമെന്റ്. നിങ്ങൾ തിയേറ്റർ കണ്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ തിയേറ്റർ കണ്ടിട്ടുണ്ടോ? സിനിമയിലോ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നേരിട്ട് കാണാനുള്ള ഒരു അവസ്ഥ ഇതിൽ ജോലിക്കായിട്ട് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇതിനകത്ത് നമുക്കൊരു അവസ്ഥ വരാതിരിക്കട്ടെ അല്ലെ? അപ്പൊ അതിന്റെ ചുറ്റുപാട് എങ്ങനെയാണ് അതിന്റെ എൻവയോൺമെന്റ്? എല്ലാവർക്കും തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയാണ് അല്ലെ? OT എന്ന് പറയുമ്പോൾ ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് അല്ലെ? പക്ഷെ എല്ലാ അത്ഭുതങ്ങളും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അത് നേരെ മറിച്ച് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാം. എന്നിരുന്നാൽ പോലും ഓക്കെ. അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്? അത്ഭുതങ്ങൾ പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ നടക്കുമ്പോൾ എന്ത് അത്ഭുതം നടക്കുന്നത്? മിറാക്കിൾസ് അല്ലെ? മിറാക്കിൾസ് എന്ന് ഡോക്ടേഴ്സ് വിളിക്കുന്നത് എങ്ങനെയാണ്? ചിലപ്പോ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു പേഷ്യന്റ് ചിലപ്പോ ഒരു സാധ്യത ഇല്ലാന്നിട്ട് പോലും ചിലപ്പോ ചില മിനിറ്റ്സുകൾക്കുള്ളിൽ തന്നെ എന്താണ് ആൾ രക്ഷപ്പെടാറുണ്ട് അല്ലെ? ലൈഫ് സേവ് ചെയ്യാൻ പറ്റാറുണ്ട് നമുക്ക്. മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയാം. പിന്നെ ആൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആയുസ് ഉണ്ടെങ്കിൽ മിറാക്കിൾ അവിടെ സംഭവിച്ചിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നത് OR എൻവയോൺമെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ റൂമിന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണ്? Operating rooms are germ-free environments. Underline. Point on underline ചെയ്തേ. Operating rooms are germ-free environments. ഓപ്പറേറ്റിംഗ് റൂമുകൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലായിരിക്കും നിലനിൽക്കുന്നത്? അണുവിമുക്തമായ ചുറ്റുപാടായിരിക്കും അല്ലെ? ജേം ഫ്രീ ആയിട്ടുള്ള, അതായത് അണുക്കളിൽ നിന്ന് വിമുക്തമായിരിക്കുന്ന ഒരു ചുറ്റുപാടായിരിക്കും ഇവിടെ നിലനിൽക്കുന്നത് അല്ലെ? സ്റ്റെറൈലൈസ് ചെയ്തിരിക്കുന്ന എൻവയോൺമെന്റ് ആയിരിക്കും, സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും ചുറ്റുണ്ടായിരിക്കും. ഓക്കെ. All personnel should wear protective clothing, name scrubs as well as shoe covers, masks, caps, eye sheets and other covering to prevent the spread of germs. തിയേറ്റേഴ്സിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സണൽസും അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകളും നിർബന്ധമായിട്ടും പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സുകൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് എന്ന് പറയുന്നത് എന്താണ്? അതിനെയാണ് നമ്മൾ PPE എന്ന് പറയും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. PPE എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ PPE എന്ന് പറയുന്നത് എന്തിനെയാണ്? അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സ്ക്രബ്സുകൾ എന്നും പറയാറുണ്ട്.
അതായത് നമ്മുടെ ഷൂ കവേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? തിയേറ്റേഴ്സിനകത്തുള്ള സ്റ്റാഫുകളുടെ യൂണിഫോംസ് കണ്ടിട്ടില്ലേ? എന്തൊക്കെയാണ് അവർ ധരിക്കുന്നത്? ഷൂ കവേഴ്സ് ഉണ്ടായിരിക്കും, മാസ്ക് ഉണ്ടാവും, ക്യാപ്സ്, പച്ച കളറിലെ ക്യാപ്സ് ഉണ്ടാവും, ബ്ലൂ പച്ച പല കളർ കേട്ടോ. 2 കളേഴ്സ് ആയിരിക്കും കാണാറല്ലേ? പച്ച ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ബ്ലൂ ആയിരിക്കും. പിന്നെ ഐ ഷീൽഡ്സുകൾ ഉണ്ടായിരിക്കും. അതർ കവറിംഗ് ഐറ്റംസ്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ PPE അവർ ധരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? PPE കിറ്റ് അവർ ധരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് അത്? ജേംസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PPE അല്ലെങ്കിൽ ഈ സ്ക്രബ്സുകൾ നമ്മൾ പേഴ്സണൽ ഓപ്പറേഷൻ സ്റ്റേറ്റസിനകത്തുള്ള പേഴ്സൺസ് ധരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. The operating room should be luminous and temperature should be very cold. The operating room should be luminous and temperature should be very cold. നിങ്ങൾ തിയേറ്റേഴ്സിന്റെ അകം കണ്ടിട്ടുണ്ടോ? സാധാരണ നോർമൽ ലൈറ്റനിങ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. സാധാരണ നോർമൽ ലൈറ്റ്സ് ആയിരിക്കോ? അല്ല, അല്ലെ? ബ്രൈറ്റ് ആയിട്ടുള്ള ലൂമിനസ് മീൻസ് എന്താണ്? ഭയങ്കര ബ്രൈറ്റനിങ് ലൈറ്റ്സ്, തിളക്കമാർന്ന രീതിയിലുള്ള ഒരു ലൈറ്റനിങ് സംവിധാനം ആയിരിക്കും അതിനകത്ത് വരുന്നത്, അല്ലെ? അതായത് സർജറീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ എല്ലാവർക്കും വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലൈറ്റിംഗ് സംവിധാനങ്ങളും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ്സ് ഉണ്ട്. അതാണ് ലൂമിനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൂമിനസ് മീൻസ് തിളക്കമാർന്ന രീതിയിലുള്ള, ഓക്കെ, വളരെ ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. മാത്രമല്ല അതിനകത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? അകത്തുള്ള താപനില എങ്ങനെയായിരിക്കണം? ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കോൾഡ്, അല്ലെ? തണുത്ത താപനില ആയിരിക്കും അതിനകത്ത് നമ്മൾ നിലനിർത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഈ കൂളായ ഒരു ടെമ്പറേച്ചർ നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് സംവിധാനം ചെയ്തിട്ടുണ്ടായിരിക്കണം? എന്ത് സംവിധാനം നമ്മൾ ചെയ്തിരിക്കണം? എയർ കണ്ടീഷൻ, അല്ലെ? AC. യെസ്, operating room should be air conditioned to help prevent infection through bacterial filtration system. അപ്പൊ AC എന്തിനാണ് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ്? കൂൾ താപനില നിലനിർത്തുന്നതും അതോടൊപ്പം തന്നെ എന്താണ്? നമ്മള് ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ, അല്ലെ? ബാക്ടീരിയൽ, അതായത് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തണുത്ത താപനിലയിലാണെങ്കിൽ എന്താണ്? അതിനകത്തേക്ക് യാതൊരു വിധത്തിലും സ്പ്രെഡ് ജെംസുകൾ അതിനകത്തേക്ക് പ്രവേശിക്കില്ല. അപ്പൊ അത്തരത്തില് സംവിധാനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എയർ കണ്ടീഷൻ ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് OR എൻവയോൺമെന്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ജേം ഫ്രീ ആയിട്ടുള്ള അല്ലെ അണുവിമുക്തമായിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും നിലനിൽക്കുന്നത്. അതിനകത്ത് പറയുന്ന എല്ലാ പേഴ്സണൽസും എന്താണ്? PPE നിർബന്ധമായിട്ട് അല്ലെങ്കിൽ സ്ക്രബ്സുകൾ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ, അതായത് ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്പ്, ഐ ഷീൽഡ്സുകൾ ആൻഡ് അതർ കവറിംഗ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജെംസ്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന ലൈറ്റ്നിങ് എങ്ങനെയായിരിക്കും? ലൂമിനസ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും വളരെ കൂൾ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല എന്താണ്? ബാക്ടീരിയൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ്? സ്പ്രെഡ് ജെംസിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം OR എൻവയോൺമെന്റിന്റെ ചുറ്റുപാട് വരേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ? OR എൻവയോൺമെന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും ഒരുപോലെ? യെസ്. ഇനി നമുക്ക് OR എക്യുപ്മെന്റ്സുകളാണ് പഠിക്കുന്നത് കേട്ടോ. OR എക്യുപ്മെന്റ്സ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. An operating room has special equipments like respiratory and cardiac support, emergency resuscitating devices, patient monitors and diagnostic tools. Okay, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എക്യുപ്മെന്റ്സിൽ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ പേരുകളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് എക്യുപ്മെന്റ്സിൽ ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പേരുകൾ ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. നോട്ട് ചെയ്യുന്നവർ മാത്രം നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കേട്ടിരിക്കാം. യെസ്, ഫസ്റ്റ് വരുന്ന എക്യുപ്മെന്റ് ഏതാണ്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് ഡിവൈസസുകളാണ് അല്ലെ. റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ശ്വസന ഹൃദയ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസുകളാണ്. അത് ഏതൊക്കെയാണ്? ശ്വസന ഹൃദയ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ടിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതൊക്കെയാണ്? പറഞ്ഞേ. ഫസ്റ്റ് ഒരാൾ പറഞ്ഞു വെന്റിലേറ്റേഴ്സ് അല്ലെ. ഇതിനെ കുറിച്ച് അവർക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ചാപ്റ്റർ അതാണ്, വെന്റിലേറ്റർ ഉണ്ട്.
ഓക്സിജൻ സിലിണ്ടേഴ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ നമ്മള് CPAP എന്ന് പറയും, കണ്ടിന്യൂസ് എയർവേ പ്രഷർ കൊടുക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. CPAP എന്ന് പറയും കേട്ടോ. CPAP, കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷേഴ്സ് കൊടുക്കുന്ന മെഷീൻസ്. ഓക്കെ. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? കാർഡിയാക് മോണിറ്റേഴ്സ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എമർജൻസി റീസസിറ്റേറ്റീവ് ഡിവൈസസ് ഏതൊക്കെയാണ്? എമർജൻസി റീസസിറ്റേറ്റീവ് ഡിവൈസസ് എമർജൻസി ആയിട്ട് പുനരുത്തേജനത്തിന് ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ, ടൂൾസുകൾ ഏതൊക്കെയാണ്? അറിയാമോ? വെന്റിലേറ്റർ പറയാം. ഡീഫിബ്രിലേറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? ഹാർട്ടിന്റെ പ്രവർത്തനം നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്ത്? നിങ്ങൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു കട്ടിയുള്ള മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ഹാർട്ടിന്റെ പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സിനിമയിൽ കണ്ടിട്ടുണ്ടോ? എന്താ അത്? അതിന് പറയുന്ന പേരെന്താ? യെസ്, വെരി ഗുഡ്. ഡെഫിബ്രിലേറ്റർ അല്ലെ? ഡെഫിബ്രിലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ, നമ്മൾ നിന്നുപോയ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർട്ട് റിതം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ പേസ് മേക്കറുകൾ അല്ലെ? കേട്ടിട്ടുണ്ടാവുമല്ലോ പേസ് മേക്കേഴ്സ്. പേസ് മേക്കറുകൾ എന്താണ്? പേസ് മേക്കറിന്റെ ഡ്യൂട്ടി എന്താ അത് ചെയ്യുന്നത്? പേസ് മേക്കർ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് കേട്ടോ. നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്മോൾ ഡിവൈസസ് ആണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റിന് നോർമൽ അല്ലെങ്കിൽ ആ ബീറ്റ്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ കാർഡിയാക് മോണിറ്റേഴ്സ് ഉണ്ട് അല്ലെ? കാർഡിയാക് മോണിറ്റേഴ്സുകൾ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കാർഡിയാക് മോണിറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്? കാർഡിയാക് മോണിറ്ററുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാർട്ടിന്റെ റിതം അല്ലെ? ഹാർട്ട് റിതംസ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർഡിയാക് മോണിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് അല്ലെ? ഹാർട്ട് റിതംസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡിയാക് മോണിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തെല്ലാം വരാം? എമർജൻസി റീസസിറ്റേറ്റീവ് ഡിവൈസസിൽ ECG വരുമോ? ECG എമർജൻസി റീസസിറ്റേറ്റീവ് ഡിവൈസസ് ആണോ? ECG ആണോ? പിള്ളേരെ നമ്മുടെ ഹാർട്ടിന്റെ റെക്കോർഡിക്കൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് മെഷർ ചെയ്യുന്ന ഒന്നാണ് എന്താ? ECG എന്ന് പറയുന്നത് അല്ലെ? യെസ്. അത് എമർജൻസി റീസസിറ്റീവ് ആണോ? അതെ, ഡിവൈസസ് ആണ് അല്ലെ? യെസ്. പ്രധാനമായിട്ട് നമ്മൾ കാർഡിയാക് ആൻഡ് റെസ്പിറേറ്ററി കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഇത്തരം ഡിവൈസസുകൾ പ്രധാനമായിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? ഓക്കെ. ഇനി ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ്? പിന്നെ നിങ്ങൾ വേറെ അത്യാവശ്യം ഇതൊന്നും മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂ. പിന്നെ ബാഗ് മാസ്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബാഗ് മാസ്കുകള് PVM എന്ന് പറയും അല്ലെ? PVM എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? ടു പ്രൊവൈഡ് വെന്റിലേഷൻ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബാഗ് മാസ്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. BVM എന്ന് തന്നെ ഷോർട്ട് ഫോമിൽ പറയും നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് വെന്റിലേഷൻ സപ്പോർട്ടിന്, ടു പ്രൊവൈഡ് വെന്റിലേഷൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ബാഗ് മാസ്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. AED എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ്, AED. അത് എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്പിറേറ്ററി സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് അതൊക്കെ. ഓക്കെ. ഇനി ഇവിടെ പറയുന്ന ഏതാണ്? പേഷ്യന്റ് മോണിറ്റേഴ്സ്. എന്തൊക്കെയാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ്? പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്തൊക്കെയാണ്? BP apparatus, ECG, pulse oximeter, നമ്മൾ ഓക്സിജന്റെ സാച്ചുറേഷൻ ലെവലൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ? പിന്നെ വേറെ എന്തൊക്കെ വരും? ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെ? BP മെഷീൻസ്. പിന്നെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെ? അതായത് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസസുകളും അതിൽ ഉൾപ്പെടുന്നു. SpO2. ഓക്കെ. പിന്നെ ഇനി അതിൽ പറയുന്ന ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ഏതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടൂളുകൾ? പേഷ്യന്റിന് വേണ്ടിയുള്ള ഡയഗ്നോസ്റ്റിക് ടൂളുകൾ ഏതൊക്കെയാ? ഏതൊക്കെ ഡയഗ്നോസ്റ്റിക് ടൂളുകൾ നമ്മൾ തിയേറ്റേഴ്സിനകത്ത് ഉപയോഗിക്കാം? തെർമോമീറ്റേഴ്സ്, പോർട്ടബിൾ എക്സ്റേ ഒക്കെ അതിൽ ഉൾപ്പെടോ? പോർട്ടബിൾ എക്സ്റേകള് ഉപയോഗിക്കില്ലേ? പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ യൂണിറ്റ്സുകള്, സ്റ്റെതസ്കോപ്പ്.
യെസ്. പിന്നെ ബ്ലഡ് അനലൈസർ, അതായത് നോൺ എന്താ പറയാ ഇമാജിൻ മെഡിക്കൽ ടെക്നിക്സുകൾ നമ്മൾ അതിനകത്ത് ഡയഗ്നോസ്റ്റിക് ടൂൾസിൽ ഉപയോഗിക്കുന്നത്. അതായത് ബ്ലഡ് അനലൈസേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം മെഷീൻസ് ഒക്കെ, അതൊക്കെ ഡയഗ്നോസ്റ്റിക് ടൂൾസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. യെസ്. അതിന്റെ പേരുകളൊന്നും പറഞ്ഞിട്ടില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ OR എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാറ്റഗറി ആണത് വരുന്നത്? സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് റെസിപ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് ഡിവൈസസുകൾ, എമർജൻസി റീസസിറ്റേറ്റീവ് ഡിവൈസസുകൾ, പേഷ്യന്റ് മോണിറ്റേഴ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ഇത്രയാണ് ഒരു OR എക്യുപ്മെന്റിൽ വരുന്ന സ്പെഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, ശരി. നമ്മൾ 3 കാര്യങ്ങളാണ് ഇപ്പൊ തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് നോക്കിയത്. ഒന്ന് ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ, അവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സർജറീസ് വരുന്നുണ്ട്, OR റൂമിന്റെ അതർ നെയിം എന്താണ്, OR ചുറ്റുപാട് OR എൻവയോൺമെന്റ് എങ്ങനെയാണ് പഠിച്ചു, OR എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത് അല്ലെ. ഇനി നോക്കുന്നത് സം ഓഫ് ദി സ്റ്റാഫ് who worked in the operating theaters consist of the following. ഏതൊക്കെ സ്റ്റാഫുകളാണ്, ഏതൊക്കെ പേഴ്സണൽസ് ആണ് തിയേറ്റേഴ്സിനകത്ത് പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ. ഫസ്റ്റ് വൺ ആരാണ് പറയുന്നത്? സർജൻസ് who perform the operation അല്ലെ. ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഓപ്പറേഷൻ നടത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആരാണുള്ളത്? സർജൻസ് ഉണ്ടായിരിക്കും അല്ലെ, സർജന്മാരുണ്ടായിരിക്കും. ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർജന്മാരുണ്ടായിരിക്കും. Anesthetists to give anesthetics to restrain pain both before and during the operation. ഓപ്പറേഷന് മുൻപും ശേഷവും അനസ്തേഷ്യ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അനസ്തറ്റിക് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, അനസ്തേഷ്യസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. Then theater nurse ഉണ്ടായിരിക്കും അല്ലെ, who take care of patient throughout all 4 stages of the operation. ഒരു ഓപ്പറേഷന്റെ 4 സ്റ്റേജസുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യുന്നതിന് സപ്പോർട്ടിങ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് തിയേറ്റർ നഴ്സുമാരുണ്ടായിരിക്കും. Then theater support workers. ആരാണ് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത്? Who shift the patients between the ward and the operating theater. പേഷ്യൻസിനെ വാർഡിൽ നിന്ന് തിയേറ്ററിലേക്കും തിയേറ്ററിൽ നിന്ന് വാർഡിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ കാർഡിയോഗ്രാഫേഴ്സ്. എന്തിനു വേണ്ടിയാണ് കാർഡിയോഗ്രാഫേഴ്സ്? ടു മോണിറ്റർ ECG മെഷീൻസ് അല്ലെ, ECG മെഷീൻസ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. റേഡിയോഗ്രാഫേഴ്സ്. ഇതിനു വേണ്ടിയാണ് റേഡിയോഗ്രാഫേഴ്സ്? ടു ടേക്ക് എക്സ്റേ ഇഫ് ദേ ആർ റിക്വയർഡ്. ആവശ്യമെങ്കിൽ എക്സ്റേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി റേഡിയോഗ്രാഫേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ. ഇത്രയും പേരായിരിക്കും മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്ന ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. അതിന് സർജറി പെർഫോം ചെയ്യുന്നതിന് സർജൻ ഉണ്ടായിരിക്കും, അനസ്തേഷ്യ കൊടുക്കുന്നതിന് അനസ്തേഷ്യൻസ് ഉണ്ടായിരിക്കും, പിന്നെ തിയേറ്റർ നഴ്സ്, തിയേറ്റർ സപ്പോർട്ടിംഗ് വർക്കേഴ്സ്, കാർഡിയോഗ്രാഫേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ്. ഇത്രയും പേരായിരിക്കും അതിനകത്ത് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, വായിച്ചു നോക്കിയേ, ഇത്രയും പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. Okay. Okay, yes. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT. പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT. ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് മാത്രമായിട്ട് പോളിസി ഉണ്ട്. അതായത് അതിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ചിട്ടായിരിക്കണം അതിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഓക്കെ, ആ ഒരു പോളിസി എപ്പോഴും അതിനകത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് പറഞ്ഞത് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ടി വേണം. ഫസ്റ്റ്
ഒരു OT-യുടെ അകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുൻപായിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് അവിടെ നമ്മൾ ഷോ ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു ഓൾ പേഴ്സൺസ് ആൻഡ് ഷോ യുവർ ID. എന്താ പറയുന്നത്? സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു ഓൾ പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. തിയേറ്റേഴ്സിനകത്ത് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? പല കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും പറയൂ. അതിര കംഫർട്ടബിൾ അല്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. എയിം ദ വിസിറ്റ് ആൻഡ് ID അല്ലെ? എന്താണ് നമ്മള് എയിം ഓഫ് യുവർ വിസിറ്റ് അല്ലെ? നമ്മൾ എന്തിനാണ് അതിനകത്ത് പ്രവേശിക്കുന്നത്? പ്രധാനമായിട്ടും പേഴ്സൺസിന് എന്താണ് ID കാർഡ് തരിക. ID കാർഡുകൾ കാണിച്ചാൽ മാത്രം നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ID കാർഡിൽ ആരും തന്നെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. Artificial nails, extenders, and chipped nail polish protect more microorganisms than hands on can possibly paint the sterile area. ഇവിടെ ഈ സെക്കൻഡ് പോയിന്റിൽ എന്തെങ്കിലും പോയിന്റ്സ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ നോക്കിയേ. മൈക്രോ ഓർഗാനിസം കഴിഞ്ഞിട്ട് ഇതേ പോയിന്റ്സ് തന്നെയാണോ? PDF കാണുന്ന പോലെ തന്നെയാണോ എന്ന് നോക്കിയേ. ആണോ? മൈക്രോ ഓർഗാനിസം കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് നോക്കി കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലെ? വ്യത്യാസമൊന്നുമില്ലല്ലോ. ഓക്കെ, കറക്റ്റ്. ഇവിടെ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ഈ പോളിസിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാ പറയുന്നത്? ആർട്ടിഫിഷ്യൽ നെയിൽസുകൾ അല്ലെ? നമ്മളിപ്പോ നഴ്സുമാരെ സംബന്ധിച്ചുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസ് ഉപയോഗിക്കുന്നവരുണ്ട്, എക്സ്റ്റെൻഡറുകൾ ഉപയോഗിക്കുന്നുണ്ട്, ചിപ്പ് നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട് അല്ലെ? ഇത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് തിയേറ്റേഴ്സിനകത്ത് പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം, അതായത് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ നെയിൽസുകളിലോ എക്സ്റ്റെൻഡറുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? നെയിൽ എക്സ്റ്റെൻഡേഴ്സുകള് ഇതൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് ഇതിനകത്ത് മൈക്രോ ഓർഗാനിസത്തിനകത്ത് നിരവധി സൂക്ഷ്മജീവികളിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത്തരം ഉപകരണം, ഇത്തരം നെയിൽ പോളിഷസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അത് എന്താണ് സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ എന്താക്കി മാറ്റുന്നു? കണ്ടാമിനേറ്റ് ആക്കാൻ, അതായത് മലിനമാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് OR സ്റ്റാഫുകൾ നിർബന്ധമായിട്ട് ഇത്തരത്തില് ആർട്ടിഫിഷ്യൽ നെയിൽസുകളോ എക്സ്റ്റെൻഡേഴ്സുകളോ ചിപ്പ് നെയിൽ പോളിസുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ട് OT-യുടെ അകത്തേക്ക് പ്രവേശിക്കരുതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇത്തരം സാധനത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് ഈ നെയിൽ പോളിഷിനകത്തായിട്ട് നിരവധി മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയ ഫംഗസുകളായിട്ടുള്ള മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികൾ അതിന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ഈ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഏരിയനെ നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും? ഒരു മലിനമായിട്ടുള്ള ഒരു ഏരിയ ആക്കി മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ്, ആ ഒരു ക്രോസ് കണ്ടാമിനേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ആർട്ടിഫിഷ്യൽ നെയിൽ പോളിഷുകളും എക്സ്റ്റെൻഡേഴ്സും ഒഴിവാക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ സെക്കൻഡ് പോയിന്റ്? വളരെ എക്സ്റ്റെൻഡേഴ്സ് കണ്ടിട്ടില്ലേ നിങ്ങള്? എക്സ്റ്റെൻഡേഴ്സ് ആർട്ടിഫിഷ്യൽ നെയിലൊക്കെ കണ്ടിട്ടില്ലേ? പെൺകുട്ടികൾ പറയാൻ പറ്റും, ആൺകുട്ടികൾ അറിയാവോ? ഇന്ന് തോമസ് ക്ലാസ്സിലില്ലേ? തോമസ് ഇല്ല, രാവിലെ ഉണ്ടായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് വൺ അതുമായി കണക്ട് ചെയ്ത് തരുന്ന മറ്റൊരു പോയിന്റ് ആണത് റിമൂവ് ഓൾ ജ്വല്ലറി. നമ്മളെ തിയേറ്റേഴ്സിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ എല്ലാ ആഭരണങ്ങളും ഇട്ടിട്ടാണോ നിൽക്കുന്നുണ്ടിരിക്കുന്നത്? ജ്വല്ലറീസ് എല്ലാവരും ഇട്ടിട്ടാണോ? ഇല്ല, അതൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്തൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് അതിൽ വർക്ക് ചെയ്യുന്നവര്, പിന്നെ അതിനകത്ത് പേഷ്യൻസ് ഉണ്ടെങ്കിൽ പോലും എന്താണ് അതിനകത്ത് അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ജ്വല്ലറി റിമൂവ് ചെയ്യുന്നത്?
ഈ ജ്വല്ലറിയുടെ അകത്തും അല്ലെങ്കിൽ ഇത്തരം ആഭരണങ്ങളുടെ അകത്തും എന്താണ് റേഡിയേഷൻ. ഓക്കെ, റേഡിയേഷൻ മാത്രമല്ല ഇതിനകത്ത് എന്താണ്, ഇതേ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ്സ് ആണ് അല്ലെ. നിരവധി മൈക്രോ ഓർഗാനിസത്തിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യും അല്ലെ, ജേംസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരം നല്ലൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ പെട്ടെന്ന് തന്നെ എന്താണ് കണ്ടാമിനേറ്റഡ് ആക്കാനായിട്ട് അതിന് മതിയാവും, നിസ്സാര സമയങ്ങൾ മതിയാവും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഭരണങ്ങൾ, ജ്വല്ലറീസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുന്നത് കേട്ടോ. അത് OT പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, യെസ്. Then put on surgical clothes, top and bottom. Surgical clothes must be worn only in the surgical area. Put on surgical clothes. നമ്മൾ തിയേറ്റേഴ്സിനകത്ത് നിർബന്ധമായിട്ടും ടോപ്പ് ആൻഡ് ബോട്ടം സർജിക്കൽ ക്ലോത്ത്സുകൾ അല്ലെ, സർജിക്കൽ ക്ലോത്ത്സുകൾ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. ഇനി ഈ തിയേറ്റേഴ്സിനകത്ത് ഉപയോഗിക്കുന്ന ഈ ക്ലോത്തുകൾ അല്ലെങ്കിൽ സർജിക്കൽ ക്ലോത്ത്സുകൾ നമ്മൾ അവിടെ മാത്രം സർജിക്കൽ ഏരിയാസിൽ മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, മറ്റെവിടെ അത് ഉപയോഗിക്കാനായിട്ട് പാടുന്നില്ല. എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ മാത്രം, പ്രത്യേകിച്ച് സർജിക്കൽ ഏരിയാസിൽ ഉപയോഗിക്കുന്ന സർജിക്കൽ ക്ലോത്ത്സ് അവിടെ മാത്രമേ നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടംസ് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. നിർബന്ധമായിട്ടും സർജിക്കൽ ക്ലോത്ത്സുകൾ തിയേറ്റർ പേഴ്സണൽസ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ? ഇവരുടെ ഡ്രസ്സ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഗൗൺ ബോയ്സ് ബ്ലൂ കളറിലും ഗ്രീൻ കളറിലൊക്കെ കവർ ചെയ്ത് ഫുൾ കവേർഡ് ആയിരിക്കും അല്ലെ. യെസ്, ഓരോ ഹോസ്പിറ്റലിലും വേറെ വേറെ രീതിയിലാണ് കേട്ടോ, എല്ലാവർക്കും ഒരേപോലെ ഒന്നല്ല, വ്യത്യസ്തമായ രീതിയിലാണ്. യെസ്. നെക്സ്റ്റ് വൺ, കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി. Also to cover head, caps are used. Surgical masks also as per policy. എന്താ പറയുന്നത് നെക്സ്റ്റ് പോയിന്റില്? കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി. OTയുടെ പോളിസി പ്രകാരം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഷൂസുകൾ കവർ ചെയ്തിരിക്കണം അല്ലെ. OT പ്രൊസീജിയർ പ്രകാരം ഷൂസുകൾ എല്ലാം കവർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ. എന്തിനു വേണ്ടിയാണ് ഷൂസ് കവർ ചെയ്യുന്നത്? കവേർഡ് ഷൂസ് ഉപയോഗിക്കുന്നത് എന്തിനാണ് നമ്മള്? ഡസ്റ്റ് മാത്രമല്ല, അവിടെയും ഇൻഫെക്ഷൻസിനുള്ള സാധ്യത അല്ലെ, ജെംസ് ഉണ്ടാവാനുള്ള സാധ്യത, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂസ് കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും OT പേഴ്സൺസിനെ ക്യാപ്പ് കവർ ചെയ്തിരിക്കുന്നത്, ഹെഡ് കവർ ചെയ്തിരിക്കുന്നുണ്ടല്ലേ, ഒരു ക്യാപ്പ് വെച്ചിട്ട് തല മറയ്ക്കാനായിട്ട്. യെസ്, ഓക്കെ. പിന്നെ സർജിക്കൽ മാസ്ക് ആൾസോ ഏജൻസി പ്രൊസീജിയർ. നിർബന്ധമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? സർജിക്കൽ മാസ്കുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ. അപ്പോ ഷൂസ് ഏജൻസി പോളിസി പ്രകാരം എന്താണ്? ഷൂസുകൾ കവർ ചെയ്തിരിക്കണം, ഹെഡ് കവർ ചെയ്തിട്ട് ക്യാപ്സ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കണം. നിർബന്ധമായിട്ട് എന്താണ്? സർജിക്കൽ മാസ്കുകളും ഏജൻസി പോളിസി പ്രകാരം ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ എല്ലാം തന്നെ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ടിങ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, next one, perform a surgical hand scrub as per agency policy. Perform a surgical hand scrub as per agency policy. Surgical hand scrub reduce bacterial count on hands before applying sterile gloves. ഇനി നമ്മളിവിടെ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ഉപയോഗിക്കാനാണ് പറയുന്നത് അല്ലെ. ഏജൻസി പോളിസി പ്രകാരം എന്താണ്? സർജിക്കൽ ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിക്കുക. എന്താണ് ഹാൻഡ് സ്ക്രബിന്റെ പ്രത്യേകത? എന്താണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അണുവിമുക്തം ജേം ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ബാക്ടീരിയയുടെ കൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് സ്ക്രബുകൾ, സർജിക്കൽ ഹാൻഡ് സ്ക്രബുകൾ. സ്ക്രബ് കണ്ടിട്ടില്ല നിങ്ങൾ? യെസ്, ബാക്ടീരിയയുടെ കൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസ് ഇടുന്നതിന് മുൻപായിട്ട് തന്നെ സ്ക്രബ് ചെയ്തത് കൈകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പെട്ടെന്ന് OT പേഴ്സൺസ് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ്? ഗ്ലൗസുകൾ ഇടുന്നതിന് മുൻപ് പെട്ടെന്ന് എന്ത് ചെയ്യും? സ്ക്രബ് ഉപയോഗിച്ചിട്ട് കൈകൾ നല്ല രീതിയിൽ ഹൈജീനിക് ആക്കിയതിനു ശേഷമാണ് സ്റ്റെറൈൽ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്ടീരിയൽ കൗണ്ടുകൾ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർജിക്കൽ ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. മനസ്സിലായോ പോയിന്റ്? യെസ്. നെക്സ്റ്റ് വൺ,
Sepsis denote absence of diseases causing microorganisms ആണ്. ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെപ്സിസ്. സെപ്സിസ് ഡിനോട്ട്സ് എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിസീസസ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അവസ്ഥ എന്ന് പറയും അല്ലെ. സെപ്സിസ് എന്ന് പറയുന്നത് എന്താണ്? സൂക്ഷ്മജീവികളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ തിയേറ്റേഴ്സിനകത്ത് എങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവണം എന്നാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാവണം എന്നാണ് നമ്മൾ പഠിച്ചത്. യെസ്, സ്റ്റെറൈൽ എൻവയോൺമെന്റ് നിലനിർത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ സെപ്റ്റിക് അതിന് വേണ്ടിയിട്ട്, അതായത് ഈ സെപ്സിസ് എന്ന് പറയുന്നത് എന്താണ്? ജേം ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷ്മജീവികളിൽ നിന്ന് സ്വതന്ത്രമായിട്ടൊരു അവസ്ഥയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെറൈൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? സെപ്റ്റിക് ടെക്നിക്സുകൾ, അതായത് കണ്ടാമിനേഷൻ, അതായത് എന്താ പറയാ, ഇൻഫെക്ഷസ് ഏജൻസിയിൽ നിന്നുള്ള കണ്ടാമിനേഷൻ ഇല്ലാതാകാൻ, മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിയേറ്റേഴ്സിനകത്തായിട്ട് സെപ്റ്റിക് ടെക്നിക്കുകൾ, സ്റ്റെറൈൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും എന്താണ് തിയേറ്റേഴ്സ് എപ്പോഴും ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ നിലനിർത്തുന്നത്. എപ്പോഴും അണുവിമുക്തമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തിയേറ്റേഴ്സിനകത്ത് സെപ്റ്റിക് ടെക്നിക്സുകൾ സ്റ്റെറൈൽ ആയിട്ട്, അതായത് ജെംസിനെ ഫ്രീ ആക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ ടെക്നിക്സുകൾ നമുക്ക് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ട് ക്ലീനിങ് പർപ്പസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. Septic techniques is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. ഇപ്പൊ നമ്മൾ സെപ്റ്റിക് ടെക്നിക്സ് തിയേറ്റേഴ്സിനൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്? Used to avoid contaminations from infectious agents. Infection agents നിന്ന് അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തിയേറ്റേഴ്സിനകത്ത് എപ്പോഴും ഒരു അണുവിമുക്തമായിട്ടുള്ള ജേം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെറൈൽ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും അതിനകത്ത് എങ്ങനെയായിരിക്കണം? സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കണം, അല്ലെങ്കിൽ ജേം ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും അതിനകത്ത് എപ്പോഴും നിലനിർത്തേണ്ടത്. ഓക്കെ, അതും ഏജൻസി പോളിസി പ്രകാരം നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കണം, സെപ്സിസ് ആയിട്ട് അല്ലെങ്കിൽ സെപ്സിസ് എന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് നിലനിർത്തേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, പോളിസി ടു എൻറ്റർ ഇൻ ആൻ ഔട്ടിയാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സന്ദർശിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞിരിക്കണം. ID കാർഡ് കാണിച്ചിരിക്കണം. ഒരിക്കലും നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിൽസുകളോ എക്സ്റ്റൻഡേഴ്സോ ഷിഫ്റ്റ് നെയിൽ പോളിഷോ ഒന്നും അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ്? ഈ നെയിൽ പോളിഷിനകത്ത് മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് കൊണ്ട് ഒരു സ്റ്റെറൈൽ ഏരിയാസിനെ കണ്ടാമിനേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ ഇത്തരം ആർട്ടിഫിഷ്യൽ നെയിൽസുകൾ നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യുക. സർജിക്കൽ ക്ലോത്ത്സുകൾ, അതായത് സർജിക്കൽ ക്ലോത്ത്സുകൾ നിർബന്ധമായിട്ടും സർജിക്കൽ ഏരിയാസിന് മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഏജൻസി പോളിസി പ്രകാരം ഷൂസും നമ്മുടെ ഹെഡൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടായിരിക്കണം ആ ഒരു ഏരിയയിൽ നമ്മൾ പ്രവേശിക്കേണ്ടത്. പിന്നെ എന്താണ്? നിർബന്ധമായിട്ടും സർജിക്കൽ ഹാൻഡ് സ്ക്രബുകൾ നമ്മൾ ഉപയോഗിക്കുക. അതായത് ബാക്ടീരിയൽ കൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബുകൾ ഉപയോഗിക്കുന്നത്. ആ സ്ക്രബ് ഉപയോഗിച്ചതിന് ശേഷം സ്റ്റെറൈൽ ഗ്ലൗസുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി സെപ്സിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്? ഡിസീസസ് കോസിംഗ് മൈക്രോ ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. അതായത് സൂക്ഷ്മജീവികളിൽ നിന്ന് സ്വതന്ത്രമായ സിറ്റുവേഷൻ ആയിരിക്കണം തിയേറ്റേഴ്സിനകത്ത് നമ്മൾ നിലനിർത്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് സെപ്റ്റിക് ടെക്നിക്സുകൾ അല്ലെങ്കിൽ സ്റ്റെറൈൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഏജൻസിനെ നീക്കി കളയേണ്ടതാണ്. ഇതിനകത്ത് എപ്പോഴും ഒരു ജേം ഫ്രീ എൻവയോൺമെന്റ് നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ഇതെല്ലാം തന്നെ OTയുടെ പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന പോയിന്റ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാവരും മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. എഴുതിയെടുക്കാറുണ്ടോ? എഴുതിയെടുക്കാറുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, എഴുതിയെടുത്തത് നിങ്ങൾ പഠിക്കാറുണ്ടോ? അതാ ലാസ്റ്റ് എക്സാമിന് വേണ്ടി വെച്ചിരിക്കുന്നതാണോ അത് പഠിക്കാൻ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. പറ്റുന്ന സമയങ്ങളിൽ അതിങ്ങനെ റിവൈസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എല്ലാം കൂടി ഈ മൊഡ്യൂൾ എക്സാം വരുമ്പോൾ ഇരുന്ന് പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പലരും പല സാഹചര്യത്തിൽ നിൽക്കുന്നവരാണ് അല്ലെ. ഇപ്പൊ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക്
ലാസ്റ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ, പഠിക്കാനോ എക്സാമിന്റെ സമയം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വന്ന് നമുക്കതൊന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, വീക്കിലി ഇത് പഠിക്കാൻ നോക്കുക കേട്ടോ. ഒരു വീക്ക് എത്തുമ്പോൾ അത്യാവശ്യം മോക്ക് ടെസ്റ്റുകൾ കയ്യിലുണ്ടാവും അല്ലെ, അത് വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങളുടെ ഓൾറെഡി ആ ട്രാക്കിലേക്ക് നിങ്ങൾ ചെയ്യുന്നോണ്ട് റിവൈസ് ചെയ്യുമ്പോൾ എന്നുള്ള പ്രത്യേകത എന്താണെന്ന് അറിയുമോ, നമുക്കത് ഓർമ്മയുണ്ടാവും പിന്നീട്. ഇപ്പൊ എവിടെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് ഏത് ഭാഗത്താണ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും കേട്ടോ. യെസ്, അത് ആരംഭിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. പെട്ടെന്ന് ഈ 6 മാസമൊക്കെ പെട്ടെന്ന് പോകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ 1, 2, 3, 4 മൊഡ്യൂളൊക്കെ പെട്ടെന്ന് അങ്ങ് കഴിയും. അപ്പൊ ലാസ്റ്റ് എല്ലാ പരീക്ഷയും കൂടി പഠിക്കാനിരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ആദ്യം നടക്കാൻ പോകുന്ന പരീക്ഷ ഒരു മൊഡ്യൂൾ എക്സാം ആണ്. 1ഉം 2ഉം മൊഡ്യൂളും കൂടി ഒരുമിച്ചൊരു പരീക്ഷ ഉണ്ടാവും. രണ്ടും തീർന്നു കഴിയുമ്പോൾ ഒരുമിച്ച്, അതായത് ഒരു 100 ക്വസ്റ്റ്യൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് എങ്ങനെയാണ്, 3ഉം 4ഉം മൊഡ്യൂളും ഇതേപോലെ 1, 2 നടത്തിയ പോലെ ഒരു എക്സാം ഉണ്ടാവും. പിന്നെ ഈ എല്ലാ പേപ്പേഴ്സും ഓരോ ദിവസം എക്സാം ആയിരിക്കും. ഓരോ പേപ്പേഴ്സ് വെച്ച് 60 മാർക്കിട്ട്. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് പഠിക്കാൻ നോക്കിയാല് നടക്കുന്ന കാര്യമല്ല അല്ലെ. ആണ്. അപ്പൊ അത് അത്യാവശ്യം നിങ്ങൾക്ക് സമയമൊക്കെ തന്നിട്ടായിരിക്കും സ്റ്റഡി ലീവ് തരും. കുറച്ച് ദിവസമൊക്കെ സ്റ്റഡി ലീവ് ഒക്കെ തന്നിട്ടാണ് പരീക്ഷ. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ ലാസ്റ്റ് ദിവസത്തേക്ക് ആരും വെക്കണ്ട കേട്ടോ. പല കുട്ടികളും അങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണ്ട. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മള് പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, അന്നൊന്നും എടുക്കുന്ന അന്ന് പഠിക്കണമെന്ന്. പക്ഷെ അന്നൊന്നും പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ആയിരിക്കില്ല. എന്നാൽ പോലും നിങ്ങളത് പഠിക്കാൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കാൻ വേണ്ടി പറഞ്ഞു തരാം കേട്ടോ. മറ്റുള്ളവരത് അക്സെപ്റ്റ് ചെയ്യാം നോക്കാം. യെസ്, ഈ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങള് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, മനസ്സിലാകാതെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? No, no, no. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്തിട്ട് ഭയങ്കര ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഇപ്പൊ ഇല്ലല്ലോ? നിങ്ങൾക്ക് എല്ലാവരും ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയില്ലേ? ഓക്കെ ഇത് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറണം കേട്ടോ. കയറാതിരിക്കരുത്. പറ്റുന്നവരൊക്കെ കയറുക കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കും. ഇംഗ്ലീഷ് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ബേസിക് നോളജ് ഇംഗ്ലീഷിനെ പറ്റിയിട്ടായിരിക്കും. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്തോട്ടൊക്കെ പോകണ്ടേ? നിങ്ങൾക്ക് പുറത്തോട്ടൊന്നും പോകണ്ടേ പിള്ളേരെ? ഇവിടെ തന്നെ നാട്ടിൽ തന്നെ നിന്നാൽ മതിയോ? നാട്ടിലിരിക്കാനാണ് ഇഷ്ടം? നാടാണ് എപ്പോഴും നല്ലത്. എന്നിരുന്നാൽ പോലും നമ്മൾ പുറം രാജ്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? കുറച്ച് ജോലിയൊക്കെ കുറച്ച് നാൾ പുറത്തൊക്കെ പോയി ചെയ്യുന്ന വെച്ചാൽ പ്രശ്നമില്ല. പോണം പോണം, പോകാനൊരു ചാൻസ് കിട്ടിയാൽ പോണം കുട്ടികളെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകണ്ട കേട്ടോ. ഇപ്പൊ നമുക്ക് അബ്രോഡൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ്. എന്നാലും നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അപ്പൊ അത് നല്ല രീതിയിൽ നമുക്ക് നോക്കി കാണാം കേട്ടോ. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും. അങ്ങനെയാണ് വേണ്ടത്. ചെറിയ ജോലിയാണെങ്കിലും അത് ആരും ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് ആരും ഉണ്ടാവുന്ന പ്രതീക്ഷ ആരും ജീവിക്കരുത് കേട്ടോ. കുട്ടികളാണെങ്കിൽ അവർ അവരുടെ കാര്യത്തിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ പോകും. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ ഏബിൾ ആയിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ ആദ്യം സെറ്റ് ചെയ്യാം കേട്ടോ. സ്വന്തമായിട്ട് ജോലിയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം കേട്ടോ. അതാണ് വേണ്ടത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജോലി വേണം അല്ലെ. സ്വന്തമായി ജോലി വേണം. അപ്പൊ അത്യാവശ്യം കുറവ് ഒരുപാട് നിങ്ങൾ വലിയ സാലറി ഒന്നും പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാൽ പോലും നല്ല സാലറി കിട്ടിക്കോട്ടെ. എന്നിരുന്നാൽ പോലും നല്ലൊരു ജോബ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ജോലി കിട്ടാനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ. മാരേജ് ഒന്നുമല്ല അതിന്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. കല്യാണം ഒരിക്കലും ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ആരും കൊടുക്കരുത്. കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ കേട്ടോ. മാരേജിനൊക്കെ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട് കേട്ടോ. ഒരിക്കലും ഏജ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആരും വിചാരിക്കുന്നു വേണ്ട. നമുക്ക് ലൈഫ് ഫാമിലി ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നവര് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുക. വേണ്ട എന്നുള്ളവർ വേണ്ട. നമുക്കൊരു കൂട്ട് വേണമെന്ന് പ്രത്യേകിച്ച് ഇല്ല കേട്ടോ. എന്നിരുന്നാൽ പോലും കുറച്ച് സർക്കിളുകൾ ഉണ്ടാവണം. നമുക്ക് നമ്മുടെ കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാനും സന്തോഷം ഷെയർ ചെയ്യാനൊക്കെ ഒരു സർക്കിള്, അങ്ങനെ കുറച്ച് പേരൊന്ന് മാത്രം കണ്ടെത്തി വെച്ചാൽ മതി കേട്ടോ. കല്യാണം കഴിയാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? എന്താ
ഫാമിലി ലൈഫ് ഒക്കെ എപ്പോഴും നല്ലത് തന്നെയാണ് അല്ലെ? നല്ല ഫാമിലി ലൈഫ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. സന്തോഷമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടി വിചാരിക്കണം അല്ലെ? നമ്മുടെ മനസ്സാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മനസ്സ് കാരണം നമുക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും അല്ലെ? ഞങ്ങൾക്കറിയാലോ, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, സൈക്കോളജി പഠിപ്പിക്കുന്ന ആളുമാണ്, ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള പ്രശ്നക്കാരൻ നമ്മുടെ മനസ്സാണ് അല്ലെ? മൈൻഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഇൻസിഡൻസിനും കാരണം അല്ലെ? നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം പെട്ടെന്ന് ചേഞ്ച് ചെയ്യും അല്ലെ? നമുക്കൊരു ഡൈനാമിക് നേച്ചർ ആണുള്ളത്. പെട്ടെന്ന് നമ്മുടെ ഇമോഷൻസ് നമ്മൾ എങ്ങനെയാ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ മൈൻഡാണ് നമ്മളുടെ ലൈഫിലെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. അപ്പൊ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഇങ്ങനെ പറ്റണം. അങ്ങനെയാണെങ്കിൽ സങ്കടം വന്നാൾക്ക് സന്തോഷം വന്നാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അല്ലേ? ഓക്കെ. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് തരണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നത് അല്ലെ? അതൊരു മെന്റൽ റിയാലിറ്റിയാണ് അങ്ങനെ എത്തിച്ചേരുന്നത്. അത് സൂയിസൈഡ് എന്നുള്ള ടെൻഡൻസി വളരെ സെക്കൻഡുകൾക്ക് മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഇത് മനസ്സിന്റെ ഒരു ക്രൂരതയാണ് നമ്മളോട് കാണിക്കുന്നത് അല്ലെ? അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സക്സസ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ. യെസ്. ഇവിടെ കുറെ പേര് കുറെ നേരമായി മാരേജ് കഴിഞ്ഞോ ചോദിച്ചിരിക്കുന്നത്. എന്നെ കണ്ടാൽ മാരേജ് കഴിഞ്ഞ് തോന്നോ? സങ്കടം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റില്ലെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ് പറയുന്നത്. സങ്കടം കൺട്രോൾ ചെയ്യാൻ പറ്റണം കേട്ടോ. അതിനൊക്കെ ടെക്നിക്സ് ഒക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം കേട്ടോ. ക്ലാസ് കഴിയുന്ന സമയമാകുമ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങള് ചെയ്തരാം നമ്മള്. നോ, യു ആർ വെരി ആംഗ്രി. ഇല്ല ജസ്റ്റിൻ, എന്റെ മാരേജ് കഴിഞ്ഞതാണ്. എനിക്കൊരു മോനുണ്ട്, ആദ്യം 4th പഠിക്കുന്നു. വേറൊരു പ്രത്യേക കാര്യം പറയാം. ഈ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായവർക്ക് മാത്രമേ ഇതുപോലെ പറഞ്ഞു തരാൻ പറ്റൂ അല്ലെ? ഇത് നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സ് മുതൽ ഇങ്ങോട്ടേക്ക് ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടില്ല. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് B.Ed കോഴ്സ് ചെയ്തത്, സൈക്കോളജി പഠിച്ചത്. പക്ഷെ സൈക്കോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം, എങ്ങനെയാണ് ആ ഒരു ലൈഫ് എങ്ങനെയാണ് മനസ്സിലായി തുടങ്ങിയത്. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയൂലേ, അനുഭവങ്ങളുള്ളവർക്ക് ഇങ്ങനെ ഉപദേശിക്കുള്ളൂ. ഉപദേശമായിട്ട് നിങ്ങൾ എടുക്കരുത് ഇതിനെ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നതിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അല്ലെ? ശരിയല്ലേ? ശരിയാണ്. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണോ അതിൽ വരുന്ന മിസ്റ്റേക്സ് ആണ് നമ്മളുടെ എന്തെങ്കിലും കുഴപ്പങ്ങളെ കൊണ്ട് ചാടിക്കുന്നത്. അപ്പൊ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട് അതാണ് നമ്മളോട് മുതിർന്നവർ പറയുന്നത്, ആലോചിച്ചിട്ട് ചെയ്യും. പക്ഷെ നമ്മളുടെ ആ ഏജും ആ ഒരു സമയത്ത് നമ്മൾ അതൊന്നും ചിന്തിക്കില്ല അല്ലെ? അപ്പൊ ഇത്രയും വിചാരിക്കാൻ, നിങ്ങൾ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സങ്കടം ഉണ്ടാവില്ല, എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കും. ഇതൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. അതാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഹാപ്പിയാണ് അല്ലെ? ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റും. ഒരിക്കലും ആദ്യമേ ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവരുത് കേട്ടോ. നിങ്ങൾ അതിന് ശ്രമിക്കണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇനിയിപ്പോ മൺഡേ കാണാം. മൺഡേ പീരീഡിന് ഒരു ചേഞ്ച് ഉണ്ട്. ജോബ് സാറ് സെക്കൻഡ് പീരീഡ് ആയിരിക്കും, ഞാൻ ഫസ്റ്റ് പീരീഡ് ആയിരിക്കും കേട്ടോ. പീരീഡിൽ ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട്. അങ്ങോട്ട് നിങ്ങൾ മാറിയെന്നുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി, കാണാം കേട്ടോ.